ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. പണ്ടേ ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടാക്കാറുള്ള എല്ലാവർക്കും ഇഷ്ടാവുന്ന ഉള്ളിയും പരിപ്പും കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ചെറിയൊരു എരിവും പുളിയും ഒക്കെ ആയിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതിയാവും നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇതിനാദ്യം വേണ്ടത് ഒരു കപ്പ് പരിപ്പാണ്. തുവരപ്പരിപ്പോ സാമ്പാർ പരിപ്പോ എടുക്കാം. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു കപ്പോളം ചുവന്നുള്ളി വേണം. പിന്നെ 2 സ്പൂൺ തേങ്ങ ചിരവിയത് വേണം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി വേണം. പിന്നെ 2 തക്കാളിയും 2 പച്ചമുളകും വേണം. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി നടു കീറിയിട്ട് വെച്ചതാണിത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ഞാൻ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പരിപ്പാണ്. ഈ പരിപ്പിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങളാക്കിയതും പച്ചമുളക് കീറിയതും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങയും പുളിയും നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. തേങ്ങ നമ്മൾ വറുത്തിട്ടാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് ഈ പരിപ്പും ഉള്ളിയും മസാലപ്പൊടികളും തക്കാളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വെക്കുകയാണ്. ഒരു 4 വിസിൽ വരെ വേവേണ്ടി വരും. പരിപ്പും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുന്നതാണ് നല്ലത്. പുളി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ്. തേങ്ങ 2 സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ചുവന്നുള്ളിയും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പും ഉള്ളിയും കുക്കറിൽ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇപ്പോൾ അതാ തേങ്ങ പാകത്തിന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് വെള്ളം ചേർക്കാതെ ആദ്യം പൊടിച്ചെടുക്കാം. പിന്നീട് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയുടെ അളവ് കൂടി പോകരുത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് തേങ്ങ അരച്ച് ചേർത്താൽ കറിയുടെ ടേസ്റ്റ് പോവും. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കയ്യിലുകൊണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഉപ്പും ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ നേരത്തെ, അത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരക്കരുത്. ചെറിയ പേസ്റ്റ് പോലെയുള്ള അരപ്പാണ് വേണ്ടത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളക്കാൻ അനുവദിക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കറിയുടെ കൺസിസ്റ്റൻസി ഒക്കെ പാകമാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് ലൂസ് ആവരുത് ഈ കറി കോരി ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് വീഴുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു പണ്ടൊക്കെ തറവാട്ടിൽ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് തിക്കാക്കിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടൊഴിക്കണം മാത്രമേ ഉള്ളൂ. ഞാൻ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. ചുവന്നുള്ളി ചുവന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെ. ഒരിക്കലെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതുപോലുള്ള ഈസി ഹെൽത്തി ടേസ്റ്റി റെസിപ്പീസാണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ചോറിൻ്റെ കൂടെ പലതരം കറികൾ ഉണ്ടാക്കാതെ ഈ ഒരു കറി തന്നെ ഉണ്ടാക്കി നോക്കൂ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയാണ്.